നമുക്കറിയാം തെരഞ്ഞെടുപ്പ് വർഷമാണ് സർക്കാരുകൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുക PR എക്സർസൈസിന്, പരസ്യത്തിന്. എല്ലാ സർക്കാരുകളും അങ്ങനെയാണ്. ഈ സർക്കാരിലും അക്കാര്യത്തിൽ പ്രത്യേകിച്ച് വ്യത്യസ്തമൊന്നുമില്ല. ഇവിടെ പക്ഷേ PR ഹെഡിൽ, സ്പെഷ്യൽ PR ഹെഡിൽ 20 കോടി രൂപ മാറ്റിവെച്ചുകൊണ്ടൊരു സർവേ, ആ സർവേയെക്കുറിച്ച് സർക്കാർ സാങ്കേതികമായി പറഞ്ഞിരുന്നത് ഇത് സർക്കാർ പദ്ധതികളെക്കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായം അറിയാനും അവരുടെ ഫീഡ്ബാക്ക് എടുക്കാനും വേണ്ടിയിട്ടുള്ള സർവേ ആണ് എന്നുള്ളതാണ്. അത് അങ്ങനെയല്ല അത് എന്ന് കോടതിക്കും ബോധ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ പ്രസംഗം പുറത്തു വരുമ്പോൾ നമുക്കും ബോധ്യപ്പെടുന്നുണ്ട്. സാധാരണ PR-ൽ പെടുത്താമോ ഇത്? നോക്കൂ ശ്രീ അഭിലാഷ്, ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് നമുക്കെല്ലാം അറിയാം. എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ ഗവൺമെന്റിന്റെ ഒരു ധിക്കാരപരമായിട്ടുള്ള ഒരു സമീപനത്തിന് അത് മിറർ അല്ലെങ്കിൽ കണ്ണാടി കാണിക്കുക എന്ന് പറയുന്ന പോലെ അത് കാണിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഇപ്പൊ നോക്കൂ, ശ്രീ അനിൽകുമാർ തന്നെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഇപ്പം ഇവിടെ വിഷയം ഒരു ഗവൺമെന്റിന് അവരുടെ ചെയ്ത കാര്യങ്ങൾ പറയാൻ പറ്റുമോ ഇല്ലെന്നുള്ള, തീർച്ചയായിട്ടും പറയാൻ പറ്റും. എന്തുകൊണ്ട് പറയാൻ പറ്റില്ല? ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ആ ഗവൺമെന്റിനെ കുറിച്ച് ചെന്ന് പറയാൻ പറ്റും. പക്ഷെ ഇവിടെ നടക്കുന്നത് ഹൈക്കോടതി എന്താണ് പറഞ്ഞത്? എന്റെയും നിങ്ങളുടെയും പണം വെച്ച്, അതായത് നമ്മളെല്ലാവരും കൊടുക്കുന്ന പണം വെച്ചിട്ട് ഈ സർക്കാർ അവർ ക്ലെയിം ചെയ്യുന്ന കാര്യം അവരുടെ പാർട്ടി മെഷീനറി ഉപയോഗിച്ച് ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുന്നതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. അല്ലാതെ ഒരു ഗവൺമെന്റ് അവരുടെ കാര്യം പറയുന്നതിനകത്ത് പ്രശ്നമൊന്നുമില്ല. ആ പാർട്ടി മെഷീൻ ഉപയോഗിച്ച് വീടുകളിലേക്ക് ചെല്ലുന്നു, അതാണ് പ്രശ്നം. 2021 കോവിഡ് സമയത്ത് ഒരു കിറ്റുമായിട്ടാണ് അവർ ഓരോ വീടുകളിലും ചെന്നത്. ഇപ്രാവശ്യം അവർ വിചാരിച്ചു ഈ സർവേ എന്നുള്ളത് വെറും പേര് മാത്രമാണ്. ആക്ച്വലി പറഞ്ഞാൽ നേരത്തെ ശ്രീ അനിൽകുമാർ പറഞ്ഞതുപോലെ ഇതൊരു ഫീഡ്ബാക്കിനല്ലായിരുന്നു. അതായത് ആളുകളിൽ നിന്നുള്ളൊരു ഫീഡ്ബാക്ക് കിട്ടാനല്ല, സർക്കാർ ചെയ്ത കാര്യങ്ങൾ അവരെ പറഞ്ഞ് ധരിപ്പിക്കുക എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോയത്. പക്ഷെ ഇവിടെ ഹൈക്കോടതി കണ്ട 2-3 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ മറച്ചു വെച്ചുകൊണ്ടാണ് ഇത്ര നേരം അദ്ദേഹം സംസാരിച്ചത്. അതായത് ഒന്നെന്താണ്, ഭരണഘടനയെ ഒരു വില പോലും കൊടുക്കാതെയാണ് ഈ ഒരു ഡിസിഷൻ എടുത്തേക്കുന്നത്. അതായത് ഭരണഘടനയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം 1 രൂപ പോലും നമുക്ക് സ്റ്റേറ്റ് ഫണ്ടിൽ നിന്ന് അല്ലെങ്കിൽ കോൺസോളേറ്റ് ഫണ്ടിൽ നിന്ന് എടുക്കണമെങ്കിൽ അത് ലെജിസ്ലേഷൻ അറിയാതെ അല്ലെങ്കിൽ ലെജിസ്ലേഷന്റെ പെർമിഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മൾ ഒരു പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോവുകയാണ്, അത് നമ്മൾ ബഡ്ജറ്റിൽ നമ്മൾ അവതരിപ്പിച്ചില്ല, ശരി, അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റും. സപ്ലിമെന്ററി ഡിമാൻഡ് ആയിട്ടോ അല്ലെങ്കിൽ റീ അപ്രോപ്രിയേഷൻ ആയിട്ടോ അല്ലെങ്കിൽ കണ്ടിജൻസി ഫണ്ട് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷെ അതൊന്നും ഈ സർക്കാർ ചെയ്തിട്ടില്ല. അതാണ് ഏറ്റവും വലിയ ഒരു പോയിന്റ് ആയിട്ട് ഹൈക്കോടതി പറയുന്നത്. എങ്ങനെയാണ് ഒരു ഗവൺമെന്റ് ഒരു ഫണ്ട്, അതും 20 കോടി രൂപ കൊടുക്കുകയാണ്, ഏത് ഫണ്ടിലേക്കാ? നേരത്തെ പറഞ്ഞ സ്പെഷ്യൽ PR ഫണ്ട് എന്നുള്ള പബ്ലിക് റിലേഷൻസ് ക്യാമ്പയിൻ, അതിന്റെ അണ്ടറിലാണ്. സ്പെഷ്യൽ പബ്ലിക് റിലേഷൻസ് ക്യാമ്പയിൻ്റെ അണ്ടറായിട്ട് ബഡ്ജറ്റിൽ 4.6 കോടി ഓൾറെഡി കൊടുത്തതിന് മുകളിലാണ് ഇവർ അഡീഷണൽ ആയിട്ട് അസംബ്ലിയിൽ പറയാതെ, അസംബ്ലിയിൽ നിന്നുള്ള പെർമിഷൻ എടുക്കാതെ, ഒരു രീതിയിലുള്ള ചെയ്യാതെ, ക്യാബിനറ്റിന്റെ ഡിസിഷൻ വരുന്നതിന് മുമ്പ് തന്നെ പാർട്ടിയിൽ നിന്ന് ലെറ്റർ ഡിസ്ട്രിക്ട് കമ്മിറ്റിയിലേക്ക് പോവുകയും അത് കഴിഞ്ഞിട്ട് ക്യാബിനറ്റ് തീരുമാനിക്കും എന്ന് പറയുന്നത്, അത് തന്നെ ഒരു ഇത്രയും ഭരണഘടന എന്ന് പറയുന്നത്, ഭരണഘടനയ്ക്ക് എന്ത് വിലയാണ് കൊടുക്കുന്നത്? റൂൾസ് ഓഫ് ബിസിനസ് എന്ത് വിലയാണ് കൊടുക്കുന്നത്? ബഡ്ജറ്റ് മാനുവലിന് എന്ത് വിലയാണ് കൊടുത്തത്? ആ ബഡ്ജറ്റ് മാനുവലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഫണ്ട് ഉപയോഗിക്കണമെങ്കിൽ അത് ലെജിസ്ലേഷൻ കൊണ്ടു, അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അസംബ്ലിയൊക്കെ? ഇവർ തന്നെ എല്ലാം ചെയ്യണമെങ്കിൽ അതിന്റെ കാര്യമില്ലല്ലോ. അതൊന്ന്. രണ്ടാമതായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഈ ഒരു ടൈമിംഗ് നോക്കൂ, കോടതി തന്നെ ചോദിക്കുകയാണ്, നിങ്ങൾ ഈ ഒരു സർവേ ചെയ്യുന്നത് 2 കോഡ് ഓഫ് കണ്ടക്ടിന്റെ ഇടയ്ക്കാണ്. അതായത് ഇപ്പം നമ്മുടെ ലോക്കൽ ബോഡി ഇലക്ഷൻസ് കഴിഞ്ഞു, ആ സമയത്ത് ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടായിരുന്നു. അടുത്തന്നെ അസംബ്ലി ഇലക്ഷൻസ് വരെയാണ്, അതിന്റെ ഒരു കോഡ് ഓഫ് കണ്ടക്ട് തുടങ്ങും. ഇത് രണ്ടിന്റെ ഇടയ്ക്ക് നിങ്ങൾ ഇതുപോലത്തെ ഒരു സർവേ നടത്തുകയാണ്. സർവേ ചെന്ന് 85 lakhs വീടുകളിൽ പോകുന്നു, അവിടെ ചെന്ന് ആളുകളിൽ നിന്ന് ഇതെടുക്കുന്നു, അത് മൊത്തം കൊലേറ്റ് ചെയ്യുന്നു, അത് കൊണ്ടുവരുന്നു, അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നു, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു, എന്നിട്ട് അതിനെക്കുറിച്ച് പിന്നെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഏതെങ്കിലും സാമാന്യമായിട്ടുള്ള ബോധമുള്ള ആളുകൾ അതിന് വിശ്വസിക്കും ഇതെല്ലാം ഇത്രയും ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കും. വെറും ദിവസങ്ങളിൽ വെറും 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ ഈ കോഡ് ഓഫ് കണ്ടക്ട് വരാൻ പോവുകയാണ്. അതിന്റെ ഇടയ്ക്കാണ് അവർ ഇത് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഇത് എന്തിനു വേണ്ടിയാണ്? കൃത്യമായിട്ടുള്ള ഒരു പാർട്ടി മെഷീനറി, പാർട്ടിയുടെ ഗവൺമെന്റിന് വേണ്ടിയുള്ള പറയുന്നത് മുന്നോട്ട് കൊണ്ട്. മൂന്നാമത്തെ കാര്യം, നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെ കേരളത്തിന്റെ ഫിസിക്കൽ ഡിസിപ്ലിൻ എത്രമാത്രം മോശപ്പെട്ട അവസ്ഥയിലാണെന്ന്. ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നമ്മളെ സ്ഥിതി മോശമാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ അദ്ദേഹം പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് പൈസ തരാത്തതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ ഈ ഒരു സ്ഥിതി, ഇത്രയും ഇങ്ങനത്തെ ഉള്ള അവസ്ഥയിൽ 20 കോടി രൂപ ഒരു സർവേ എന്ന് പറഞ്ഞ് ചെയ്യാൻ വേണ്ടി ഇവർക്ക് എങ്ങനെയാണ് പറ്റുക? ഇന്നത്തെ റിപ്പോർട്ട് ശ്രീ അഭിലാഷ്, അതെങ്കിലും നമ്മൾ ഈ ഒരു ചർച്ചയിലൂടെ അങ്ങനെയെങ്കിലും എന്തെങ്കിലും ഉപകാരം പറ്റുമെങ്കിൽ അങ്ങനെ പറ്റും. ഇന്നത്തെ ഒരു വാർത്ത ഞാൻ വായിക്കായിരുന്നു, സ്പോർട്സ് ഹോസ്റ്റൽസ് ഉണ്ട്, നമ്മളെ പല സ്പോർട്സ് ഹോസ്റ്റലിൽ 6 മാസമായിട്ട് ആ സ്പോർട്സ് ഹോസ്റ്റലിൽ പൈസ കൊടുത്തിട്ടില്ല. അറിയോ? ആ കുട്ടികളുടെ ഒരു റിപ്പോർട്ട് ഞാൻ കണ്ടു, അവിടെ ഫാൻ ഇല്ല,
ഫാൻ കറങ്ങുന്ന ലൈറ്റ് ഇല്ല, വെള്ളമില്ല, അവർ കിടക്കുന്നതിനകത്ത് കൊതുകുണ്ട്. അങ്ങനെ അത് നമ്മൾ ആലോചിക്കുക. നമ്മുടെ കുട്ടികളാണ് സ്പോർട്സിൽ ഇൻട്രസ്റ്റ് എടുത്ത് പോകുന്ന സ്പോർട്സ് കോട്ടയിലൊക്കെ വന്ന കുട്ടികളാണ്. ഒന്ന് ആലോചിക്കുക, അവരുടെ സ്ഥിതി അതാണ്. അങ്ങനെ ഒരു ഭാഗത്ത് ധാരാളം ആളുകൾ, ഇപ്പൊ ആശാ വർക്കറിന്റെ കാര്യങ്ങൾ ശരി, പല പല വിഷയങ്ങളുണ്ട്. അവിടെ നിൽക്കുമ്പോഴാണ് 20 കോടി രൂപ ഇതുപോലത്തെ ഒരു സർവേ അത് നടത്തുന്നത്. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യം വരുന്നത്. അപ്പൊ അവിടെ നേരത്തെ ശ്രീ അഭിലാഷ് പറഞ്ഞ പോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ തന്നെ ഉള്ള കാര്യങ്ങളും ഉണ്ട്, ധാർമ്മികം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ ഇലക്ഷന് തൊട്ട് മുമ്പ് നിങ്ങൾ വീണ്ടും ഒരു PR വർക്കിന് വെക്കുക. അത് അവര് PR നമ്മൾ പറയല്ല, അവര് തന്നെ PR പബ്ലിക് റിലേഷൻസ് ഹെഡിൽ സർവേ നടത്തുന്നത്. അതാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ. അവർക്ക് വേണമെങ്കിൽ ഇത് പ്ലാനിംഗ് വിഭാഗത്തിൽ ഇടായിരുന്നു, ഇത് ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റിൽ ഇടായിരുന്നു. അത് അവിടെ ചെയ്തില്ല. അവരത് PR തന്നെ ക്യാമ്പയിൻ ഹെഡിൽ തന്നെ പൈസ കൊടുത്തിട്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ കേരളത്തിലെ ആളുകളെ കളിയാക്കുന്നതാണ്. കേരളത്തിലെ ആളുകളെ വീണ്ടും ഒരു ഏത് രീതിയിൽ ഒരു തുടർഭരണത്തിലേക്ക് പോകുന്നതിന് ഒരു മാർഗമായിട്ട് മാത്രമാണ് ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിനെ സെറ്റ് അസൈഡ് ചെയ്തേക്കുന്നത്. അതിനകത്ത് ഒരു രീതിയിലുള്ള ഒരു എന്താ പറയുക, ഞാൻ അത് ആ രീതി തന്നെയാണ് കാണുന്നത്. അറ്റ്ലീസ്റ്റ് ഹൈക്കോടതി അങ്ങനത്തെ ഒരു സ്റ്റാൻഡ് എടുത്തുകൊണ്ട് ഇപ്പം ഈ നമ്മൾ നേരത്തെ രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞതായാലും ശരി, മാധ്യമ പ്രവർത്തകർ പറഞ്ഞാലും ശരി, എല്ലാവരും പറഞ്ഞ ഫൈനലി ഹൈക്കോടതിയുടെ ഈ ഒരു ഓർഡർ തന്നെയാണ് ഈ ഗവൺമെന്റിന്റെ യഥാർത്ഥ പിക്ചർ. അതായത് ഒരു രീതിയിലും ആരെയും ഭയമില്ല, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും, ഞങ്ങൾ ഡിസൈഡ് ചെയ്യും, ഞങ്ങൾ ചെയ്യും എന്നുള്ള രീതിയിലേക്ക് ആ മുന്നോട്ട് പോകുന്നതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഓർഡറിലൂടെ അവർ കാണിച്ചത്. അതല്ല ഇവിടെ ഭരണഘടനയാണ് വലുത് എന്നുള്ളത് കാണിക്കുന്നു.